नमस्ते अस्तु भगवन् विश्वेश्वराय महादेवाय त्र्यम्बकाय त्रिपुरान्तकाय त्रिकालाग्निकालाय कालाग्निरुद्राय नीलकण्ठाय मृत्युञ्जयाय सर्वेश्वराय सदाशिवाय श्रीमन्महादेवाय नमः। नमो हिरण्यवाहवे सेनान्ये दिशाञ्च पतये नमो नमो वृक्षेभ्यो हरिकेशेभ्यः पशूनाम् पतये नमो नमः सस्मिञ्जराय द्विषीमते पथीनाम् पतये नमो नमः। ഓം നമ ശിവായ. ശ്രീ കൈലാസയാത്ര എന്നത് സനാതനധർമ്മികൾക്ക്, വിശിഷ്യ ശിവഭക്തർക്ക് ജന്മസാഫല്യമായി കണക്കാക്കുന്ന ഒന്നാണ്. സ്വർഗം, ശ്രീകൈലാസം, ശ്രീവൈകുണ്ഠം, മണിദ്വീപം, ഗോലോകം എന്നിങ്ങനെ പല ദിവ്യലോകങ്ങളും പുരാണ പ്രസിദ്ധങ്ങളായുണ്ട്. ഇവയിൽ ഉടലോടെ എത്തിച്ചേരുവാനും ജീവനേത്രങ്ങളാൽ ദർശിക്കുവാനും സാധിക്കുന്നത് ഹിമാലയസ്ഥിതമായ കൈലാസം ഒന്ന് മാത്രമാണ്. ഹിമാലയം ഭാരതഖണ്ഡത്തിന്റെ ഉത്തരഭാഗത്തായി പടിഞ്ഞാറ് സിന്ധു നദീതടം മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദീതടം വരെ ഏതാണ്ട് 2400-ലധികം കിലോമീറ്ററുകൾ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു പർവ്വതനിരയാണ്. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ എന്നിങ്ങനെ 6 രാജ്യങ്ങളാൽ വ്യാപിച്ചു കിടക്കുന്ന ഹിമാദ്രിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് ഉൾപ്പെടെയുള്ള 100 കണക്കിന് കൊടുമുടികളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനികൾ സ്ഥിതി ചെയ്യുന്നതും സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയ നിരവധിയായ മഹാനദികളുടെ ഉത്ഭവസ്ഥാനവുമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഈ ഗിരിനിര. സനാതനധർമ്മത്തിന്റെ നിത്യമായ ഊർജ്ജ സ്രോതസ്സും ആർഷ സംസ്കൃതിയുടെ ഈറ്റില്യവുമാണ് ഈ ഹൈമവത ഭൂമി. സ്ഥാവരാണാം ഹിമാലയം എന്ന് സ്വവിഭൂതിയായി യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ തന്നെ ഉദ്ഘോഷിച്ചിട്ടുണ്ട് ഈ തുഷാര സംഹിതയെ. കാളിദാസാദി മഹാകവികളുടെ വിസ്തൃത വർണ്ണനയ്ക്ക് മാത്രമായിട്ടുള്ള പ്രാലയജലത്തിന്റെ സൗന്ദര്യം കേവലം ഭൗതികമായ ഒന്നല്ല, ഭവ്യമാണ്, ദൈവികമാണ്. അവിടെ ലഭിക്കുന്ന അനുഭവങ്ങളും ആനന്ദവും കേവലം ലൗകികങ്ങളല്ല, ദിവ്യമാണ്, ഈശ്വരീയമാണ്. ശ്രീ പരമേശ്വരാദി ദേവകളുടെയും യക്ഷ, കിന്നര, കിംപുരുഷ, നാഗഗണങ്ങളുടെയും ആവാസഭൂമിയും ലോകമാതാവായ ശ്രീപാർവതീദേവിയുടെ ജനകനായും ഹിമാദ്രിയെ പുരാണങ്ങൾ വാഴ്ത്തുന്നു. വ്യാസ, വസിഷ്ഠ, വിശ്വാമിത്രാദി വൈദിക ഋഷികൾ മുതൽ സ്വാമി തപോവനം, വിവേകാനന്ദ സ്വാമികൾ തുടങ്ങിയ സമീപകാലത്തെ യതിവര്യർ വരെയും വിഹരിച്ച തപോഭൂമിയാണ് ഇത്. ഇന്നും അനവധിയായ ഋഷികളും സാധുസന്ധുക്കളും തുഹിനഗിരി തടങ്ങളിൽ തപം ചെയ്യുന്നു. ഇവരാണ് സനാതനധർമ്മത്തിന്റെ ഊർജ്ജ സ്രോതസ്സുകൾ. ഹിമാലയമാണ് ഇന്ത്യൻ ആധ്യാത്മികതയുടെ ഊർജ്ജ സംഭരണി. സനാതനധർമ്മികളായ ഭാരതീയരെല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹിമാലയത്തിലേക്കൊരു യാത്ര നടത്തേണ്ടതാണ്. ഒരിക്കൽ അനുഭവിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കാനാവാത്തതും വീണ്ടും വീണ്ടും തന്നിലേക്ക് ആകർഷിക്കുന്നതുമാണ് തുഷാരഗിരിയുടെ വൈഭവം. ഹിമാലയത്തിലെ ഓരോ നിരകളും വ്യത്യസ്തങ്ങളാണ്. മൃത്തും പാഷാണങ്ങളും സസ്യജാലങ്ങളും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലുമുള്ള തരത്തിലുള്ള മണ്ണുകളും കല്ലുകളും ഹിമഗിരി നിരയുടെ ഏതെങ്കിലുമൊക്കെ ഭാഗത്തായി കണ്ടെത്താം. ഹിമാദ്രി അഥവാ ഗ്രേറ്റർ ഹിമാലയ, ഹിമാചൽ അഥവാ ലേസർ ഹിമാലയ, ശിവാലിക് അഥവാ ഔട്ടർ ഹിമാലയ എന്നിങ്ങനെ സമാന്തരമായ 3 വലിയ പർവ്വത നിരകളും അവയെ വേർതിരിച്ചുകൊണ്ടുള്ള താഴ്വരകളും പീഠഭൂമികളും അടങ്ങിയതാണ് ഹിമാലയം. ടിബറ്റ് അഥവാ ട്രാൻസ് ഹിമാലയ വടക്ക് ഭാഗത്തായി നിലകൊള്ളുന്നു. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റ് രാജ്യത്തിലാണ് കൈലാസ മാനസ സരോവരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ത്രിവിഷ്ടവം എന്ന് പുരാണ പ്രസിദ്ധമായ ഈ രാജ്യം ഇന്ന് ചൈനക്കാർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ തിരഞ്ഞെടുപ്പുകൾ വളരെ ആവശ്യമുള്ളതെന്നാണ് കൈലാസയാത്ര. എന്നാൽ ഇതിനൊക്കെ അപ്പുറമായി അടക്കി വയ്ക്കാനാകാത്തത്ര മോഹവും ഇടവിടാത്ത അനുസന്ധാനവുമാണ് നമ്മെ കൈലാസയാത്രയിലേക്ക് നയിക്കുന്നത്. യാത്ര സഫലമാകുവാൻ നമ്മുടെ തയ്യാറെടുപ്പുകളേക്കാൾ അധികം കൈലാസനാഥൻ്റെ കൃപ തന്നെയാണ് വേണ്ടത്. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. തീർത്ഥയാത്രകളാകുമ്പോൾ അനുഭൂതിദായകങ്ങളും. ആർഷഭാരത സംസ്കൃതിയെയും ആധ്യാത്മികതയും അടുത്തറിയുവാൻ ശ്രമിക്കുമ്പോഴാണ് ഭാരതഖണ്ഡത്തിലുള്ള അസംഖ്യം തീർത്ഥസ്ഥാനങ്ങളെയും അവകളിലേക്കുള്ള തീർത്ഥാടനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അറിയാൻ കഴിഞ്ഞത്. പിന്നീട് സമയവും സാഹചര്യവും ഒത്തുകിട്ടുമ്പോഴൊക്കെ ഞാൻ തീർത്ഥയാത്രകൾ ചെയ്യാൻ തുടങ്ങി. ആത്മീയ ഉണർവ് നൽകുന്നതിൽ സവിശേഷങ്ങളായ ഹിമാലയൻ തീർത്ഥയാത്രകളെക്കുറിച്ച് ഹിമവത് വിഭൂതി ശ്രീ സ്വാമി തപോവനം പോലെയുള്ളവരുടെ ഗ്രന്ഥങ്ങളിലൂടെ വായിച്ച് അറിഞ്ഞപ്പോൾ ദേവഭൂമിയിലെ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് യാനം ചെയ്യുവാൻ ആഗ്രഹം ജനിച്ചു.
ഹിമാലയയാത്രകളിൽ പരമപ്രധാനമായ കൈലാസയാത്രയ്ക്കും ഇങ്ങനെ ആഗ്രഹബീജം പാകപ്പെട്ടു. തുടർന്ന് അന്വേഷണങ്ങൾ, വിവരശേഖരണം, അനുസന്ധാനം, പ്രാർത്ഥന, തയ്യാറെടുപ്പുകൾ എന്നിവയിലൂടെ വളർത്തിക്കൊണ്ടുവന്ന അത് വിക്കത്തപ്പൻ്റെ അനുഗ്രഹത്താൽ 2017 ഫലപ്രാപ്തിയിലെത്തി. സർക്കാർ ഏജൻസികൾ വഴിയും സ്വകാര്യ ഏജൻസികൾ വഴിയും ഇന്ന് കൈലാസയാത്ര നടത്താവുന്നതാണ്. ദക്ഷിണ ഭാരതത്തിൽ നിന്നുമുള്ള കൈലാസയാത്രികരിൽ ഭൂരിഭാഗവും സ്വകാര്യ ഏജൻസികൾ മുഖാന്തരമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ മുഖാന്തരമുള്ള യാത്രയെക്കുറിച്ചുള്ള അജ്ഞതയോ അത് ദുഷ്കരമാണ് എന്നുള്ള തെറ്റിദ്ധാരണയോ നിമിത്തമാണ് യാത്രികർ ഇങ്ങനെ സ്വകാര്യ ഏജൻസിയെ ആശ്രയിക്കുവാൻ കാരണം. എന്നാൽ സ്വകാര്യ ഏജൻസികൾ വഴിയുള്ള യാത്രകളിൽ പലപ്പോഴും കൈലാസ പരിക്രമമോ മാനസ സരോവര സ്നാനമോ സാധ്യമാകാറില്ല എന്നതാണ് സത്യം. സാമ്പത്തിക ചെലവ് കൂടുതലുമായിരിക്കും. വേണ്ടത്ര അറിവുകൾ പകരാതെയോ തയ്യാറെടുപ്പുകളോ വൈദ്യപരിശോധനകളോ എടുപ്പിക്കാതെയും സമുദ്രനിരപ്പിൽ നിന്നും 13,000 അടിക്ക് മുകളിലുള്ള ഭൂപ്രദേശങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നതോടെ ഹൈ ആറ്റിറ്റ്യൂഡ് ഡിസീസുകൾ പിടിപെട്ട് യാത്രയുടെ ആസ്വാദ്യതയും നഷ്ടപ്പെട്ടു പോകുന്നതായാണ് ഇങ്ങനെ സ്വകാര്യ ഏജൻസികൾ വഴി പോയി വന്ന പല സുഹൃത്തുക്കളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. എറണാകുളം സ്വദേശിയായ ശ്രീനാഥ് എന്നൊരു സുഹൃത്ത് സർക്കാർ ഏജൻസി വഴി കൈലാസയാത്ര ചെയ്തു വന്നതോടെയാണ് ആ യാത്രയുടെ വ്യക്തമായൊരു വിവരം ലഭിച്ചത്. ദുഷ്കരമെങ്കിലും അനുഭൂതിദായകമായ ആ യാത്രയുടെ വിവരങ്ങൾ അറിഞ്ഞതോടെ ആ വഴിക്ക് തന്നെ പോകുവാൻ ഞാൻ ഉറപ്പിച്ചു. സ്വകാര്യ ഏജൻസികൾ നേപ്പാൾ വഴിയാണ് കൈലാസയാത്ര സംഘടിപ്പിക്കുന്നത്. എന്നാൽ നേരിട്ട് ടിബറ്റിലേക്ക് കടക്കുന്ന ചുരങ്ങൾ വഴിയുള്ള പരമ്പരാഗത പാതകൾ വഴിയാണ് സർക്കാർ ഏജൻസികൾ യാത്ര നടത്തുന്നത്. മാന, ലിപുങ്, നാഥുല എന്നിവയാണ് ഭാരതത്തിനും ത്രിവിഷ്ടപത്തിനും ഇടയിലുള്ള ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ. എന്നാൽ ടിബറ്റ് ചൈന കൈക്കലാക്കുകയും ഭാരതവും ചീനയുമായുള്ള യുദ്ധമുണ്ടാവുകയും ചെയ്തതോടെ അതിർത്തികൾ അടയ്ക്കപ്പെട്ടു. പിന്നീട് ജനതാ സർക്കാരിൻ്റെ കാലത്ത് വിദേശകാര്യമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ചീന സർക്കാരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൈലാസയാത്രികർക്ക് മാത്രമായി ലിപുങ് പാസ് തുറക്കുകയും ചെയ്തു. മോഡി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇപ്പോൾ നാഥുല പാസും കൈലാസയാത്രികർക്കായി തുറന്നിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ഏജൻസിയായ കുമായൂൺ മണ്ഡൽ വികാസ് നിഗം ലിമിറ്റഡ് KMVN, ഭാരതീയ വിദേശകാര്യ മന്ത്രാലയം, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലും ഡൽഹി, ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ സഹകരണത്തിലുമാണ് കൈലാസയാത്ര നടത്തപ്പെടുന്നത്. ഇതിനായി പ്രതിവർഷം ഫെബ്രുവരി മാസത്തിൽ KMVNൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷകൾ ക്ഷണിക്കും. അപേക്ഷകൾക്കൊപ്പം പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഫോട്ടോയും സമർപ്പിക്കണം. 4 പേർക്ക് വരെ ഒരുമിച്ച് അപേക്ഷിക്കാവുന്നതാണ്. മുൻപറഞ്ഞ സുഹൃത്ത് ശ്രീനാഥിൻ്റെ പിതാവായ രമേഷ് ഭട്ടും ഞാനും ചേർന്നാണ് അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 2500ഓളം പേർക്ക് മാത്രമേ യാത്ര തരപ്പെടുകയുള്ളൂ. ഏപ്രിൽ 8-ാം തീയതി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരുമുള്ളതായി അറിയിപ്പ് ലഭിച്ചു. തുടർന്ന് ഓൺലൈനായി 5000 രൂപ അടച്ച് യാത്ര ഉറപ്പാക്കി. യാത്രയുടെ റൂട്ട്, കരുതേണ്ട സാധനങ്ങൾ, സാമ്പത്തിക വിവരങ്ങൾ, ഇങ്ങനെ യാത്രാ സംബന്ധമായ സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു യാത്രാ ഗൈഡ് KMVN ഞങ്ങൾക്ക് അയച്ചു തന്നു. ഞങ്ങൾ അതിന് പ്രകാരമുള്ള സാമഗ്രികളുടെ ശേഖരണവും വ്യായാമാദി തയ്യാറെടുപ്പുകളും പ്രാർത്ഥന അനുസന്ധാനങ്ങളുമായി യാത്രാ ദിവസത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. ഒടുവിൽ ആ ദിനം സമാഗതമായി. ഗുരുകാർണവന്മാരെയും ഇഷ്ടവരദേവതകളെയും വന്ദിച്ചുകൊണ്ട് ജന്മാന്തര പുണ്യഫലമായി ലഭിച്ച ഈ ദിവ്യയാത്രയ്ക്കായി ഞങ്ങൾ പുറപ്പെട്ടു. ജൂൺ 16-ന് പ്രഭാതത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോയത്. എൻ്റെ കന്നി വിമാനയാത്രയുമായിരുന്നു അത്. സാധാരണയിൽ നിന്നും വിപരീതമായി ഉയരത്തിൽ നിന്നും താഴേക്ക് മേഘങ്ങളെ കാണുന്ന കാഴ്ച പുതുമയാർന്നതും കൗതുകകരവും ആയിരുന്നു.